ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ ലക്ഷ്മി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഈദ് സ്പെഷ്യൽ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്റെ മുടിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ പോയി ഫേസ് ഒക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്ത് കേട്ടോ. അതിനുശേഷം ഞാൻ ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ pH വാല്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ മസ്റ്റ് ആയിട്ടും ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ മാക്സിമം ടോണർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് സെറമാണ്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് സെറമാണോ അത് സെറം യൂസ് ചെയ്യുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ നമ്മുടെ മെയ്ബ്ലിൻ ഫിറ്റ്മിയുടെ പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു പ്രോപ്പർ സ്കിൻ കെയർ ചെയ്തതിനു ശേഷം മേക്കപ്പ് തുടങ്ങുന്ന ടൈമിൽ നല്ല രീതിക്ക് മേക്കപ്പിന്റെ ഔട്ട്കം നല്ല രീതിക്ക് വരും. അതുകൊണ്ട് മാക്സിമം നല്ലൊരു സ്കിൻ കെയർ ചെയ്തിട്ട് വേണം നിങ്ങൾ മേക്കപ്പ് ചെയ്തു തുടങ്ങാൻ. പിന്നെ ഞാനിത് ഈവനിങ് ഒരു 5-6 മണി അടുപ്പിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഒഴിവാക്കിയതാണ്. നിങ്ങൾ മോർണിംഗ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തു. പ്രൈമറും വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രൈമർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിക്ക് പ്രൈമർ ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്ക്യൂസ് ചെയ്ത് എടുക്കാനായിട്ട്. മേബ്ലിൻ ഫിറ്റ്മിയുടെ പ്രൈമറിന്റെ എനിക്കൊരു ഫോൾട്ട് ആയിട്ട് തോന്നിയത്, നമ്മൾ അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മേക്കപ്പ് അതിന്റെ പുറത്തുകൂടെ ഇടുമ്പോഴത്തേക്കും മേക്കപ്പ് സ്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ മേക്കപ്പ് അവിടെ ഉള്ളതൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകും. അതുകൊണ്ട് മാക്സിമം വളരെ കുറച്ചെടുക്കുക. അതുപോലെ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കി എടുക്കുക. പിന്നെ അത് മാത്രമല്ല, എക്സ്ട്രീംലി ഓയിലി ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കാൻ നോക്കുക. വേറെ പ്രൈമേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് നമ്മുടെ ഈ മൂക്കിൽ വന്നു പോയതിന്റെ പാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള കൺസീലർ യൂസ് ചെയ്ത് ഒരു ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അതും അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രഷിൽ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ നമ്മുടെ ഫൗണ്ടേഷനാണ് ഒരു ഡോട്ട് മാത്രമേ ഒരു ഡിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടും അതിനുശേഷം നമ്മുടെ ഒരു ബ്രൗൺ ഷാഡോ വെച്ചിട്ട് നമ്മുടെ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഐ ഷാഡോ പാക്ക് ചെയ്ത് കൊടുത്തു, അതായത് ഡാബ് ചെയ്ത് അവിടെ ഒന്ന് സെറ്റ് ആക്കി വെച്ചു. അതിനുശേഷമാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് തുടങ്ങിയത്. എന്നിട്ട് വീണ്ടും ഡാബ് ചെയ്യാൻ യൂസ് ചെയ്ത ബ്രഷ് കൊണ്ട് നമ്മുടെ കണ്ണിന്റെ അടിയിലും, അതായത് നമ്മുടെ താഴത്തെ ലിഡിലും കൂടെ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അത് കണ്ണിനൊരു കണക്ഷൻ വരാനാണ്. അതിനുശേഷം ഞാൻ ഒരു ലൈറ്റ് ഒരു പിങ്കിഷ് കളറുള്ള ഒരു ഷാഡോ യൂസ് ചെയ്തിട്ട് കണ്ണില് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അത് നമ്മുടെ കട്ട് ക്രീസ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ക്രീസ് വരുന്ന ഭാഗത്ത് മാത്രം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു, ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതൊരു ഷാഡോ ഒരു ട്രാൻസിഷൻ പോലെ വരാൻ വേണ്ടിയിട്ടായിരുന്നു, ഒരു ലൈറ്റ് ട്രാൻസിഷൻ. അപ്പൊ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് ഒരു മെറൂൺ കളർ ഷാഡോ ആണ് ഞാൻ എടുത്തത്. ഇപ്പൊ നിങ്ങളുടെ ഡ്രസ്സ് ഏതാണോ കളർ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഷാഡോസും കാര്യങ്ങളൊക്കെ മാറ്റാം. ഇപ്പൊ ബ്രൗൺ ബേസ് ആയിട്ട് കൊടുത്താല് നമ്മളിപ്പോ സ്കൈ ബ്ലൂ കളർ ചുരിദാറാണെങ്കിൽ സ്കൈ ബ്ലൂ കളർ, ഒരു ലൈറ്റ് കളർ നമുക്ക് ഈ പിങ്കിന് പകരം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സെയിം വെച്ചിട്ട് നമുക്ക് സ്മോക്ക് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ബേസ് ബ്രൗൺ കൊടുക്കുക, അതിന് ബ്ലാക്ക് ഷാഡോ വെച്ചിട്ട് സ്മോക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ മെറൂൺ വെച്ചിട്ട് ഞാൻ ലൈനർ അതായത് കാജലിന് പകരമായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിക്ക് ലൈൻ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഒരു കുറച്ചുകൂടെ കണ്ണൊന്ന് വലുതാക്കി തോന്നിക്കാണ്. എനിക്ക് പൊതുവെ ബ്ലാക്ക് കാജൽ കൊണ്ട് സ്മോക്ക് ചെയ്യുമ്പോൾ കണ്ണു ചെറുതായിട്ട് ഇങ്ങനെ കുട്ടിയാവുന്ന പോലെ ഫീൽ ചെയ്യും. അതല്ലാതെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി കൂടുതലായിട്ട് ഇഷ്ടം ഇങ്ങനെ ബ്രൗൺ അല്ലെങ്കിൽ മെറൂൺ അങ്ങനെയുള്ള കളേഴ്സ് വെച്ചിട്ട് കാജൽ പോലെ, അതായത് സ്മോക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു ഗ്രീനിഷ് കളർ വന്നിട്ടുള്ള ഒരു ഷാഡോ വെച്ചിട്ട് ഞാൻ ഈ നമ്മൾ അപ്ലൈ ചെയ്ത മെറൂണിന്റെ പുറത്തു കൂടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കണ്ണ് നല്ലപോലെ ഇത് വലുതാക്കി തോന്നിക്കാനും പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഒരു കാജലിട്ടൊരു ഫീല് കൂടെ വരാൻ വേണ്ടിയാണ്. അതായത് ഭയങ്കര കാജൽ ബ്ലാക്ക് ആയി പോകരുത്, എന്നാൽ ഒരു കണ്ണൊന്ന് ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കാൻ വേണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ ഒരു ഷിമ്മറാണ്, ഒരു പീച്ച് കളർ ഷിമ്മറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഷിമ്മർ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഐ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് മണ്ടയിലോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഒരു നല്ലൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.
പിന്നെ നിങ്ങളത് ഭയങ്കര വലിയ കണ്ണായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അകത്ത് കാജൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ ബ്രൗൺ കാജലോ ഒക്കെ എഴുതി കൊടുക്കാം. അപ്പൊ അത് നമ്മുടെ കണ്ണിനനുസരിച്ച് പല പല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഞാൻ ചെയ്തു കൊടുക്കുന്നത്, എനിക്ക് കൂടുതലായിട്ട് ഓയിൽ, അതായത് സ്വെറ്റ് ചെയ്യുന്ന ഭാഗം, ഓയിൽ വരുന്ന ഭാഗത്തൊക്കെ ഞാൻ പൗഡർ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറാണ്. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്ക് ഞാൻ നമ്മുടെ ലിങ്ക് ട്രീയിൽ കൊടുത്തേക്കാം. യൂട്യൂബിന്റെ ബയോയിൽ കാണും, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലെ ബയോയിലും ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോ ചെക്ക് ചെയ്ത് നോക്കോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലപോലെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ബേക്ക് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. കുഴപ്പമില്ല, നമ്മളിപ്പം ഇങ്ങനെ ഗോസ്റ്റ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റായി വന്നോളും. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളതൊക്കെ നമ്മുടെ വലിയൊരു ബഫിംഗ് ബ്രഷ് വെച്ചിട്ട്, പൗഡർ ബ്രഷ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അധികം ഇങ്ങനെ ഇട്ട് ഭയങ്കര ഒരു ഡ്രാഗ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഡസ്റ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രോൺസർ ആണ്. ബ്രോൺസർ പല ആൾക്കാർക്കും പല ഫേസ് ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഫേസ് ഷേപ്പിന് പറ്റിയിട്ടുള്ള ബ്രൗൺസിങ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ എന്റേത് ചെറിയ ഫേസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ചീക്ക് ബോണിന്റെ അവിടെയും പിന്നെ ജസ്റ്റ് ഒന്ന് എന്റെ ചിന്നിന്റെ താഴേക്കാണ് ഞാൻ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഒരു ഹാഷ് ലൈൻ വരാതെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സൺ കിസ്ഡ് ലുക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എന്റെ ഫോർഹെഡിൽ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് വലിയ ഫോർഹെഡാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഒരു ഇല്യൂഷൻ ചെറുതായിട്ടൊന്ന് തോന്നിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോണിൽ അത്രയ്ക്കും കാണുന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് എല്ലാം ഓൾ സെറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്റെ ഫേസിന് പറ്റിയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫേസിന് പറ്റിയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം മേക്കപ്പ് ചെയ്യാനായിട്ട്. ആദ്യം ഒന്നും സെറ്റായെന്ന് വരില്ല, പക്ഷെ പോകെ അത് ഓക്കെ വരും. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോ ഞാൻ നമ്മുടെ ബ്രോൺസർ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബ്ലഷ് ആണ്. ഇതൊരു പീച്ച് കളർ ബ്ലഷ് ആണ്, ഫോറെവർ 52ന്റെ ബ്ലഷ് ആണ്. അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മേക്കപ്പിന് അതായത് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് എനിക്ക് നല്ല സെറ്റ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പോൾ ബ്ലഷ് ഒട്ടും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബ്ലഷ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ നമ്മുടെ ചീക്കില് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇപ്പൊ ഈ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ബ്രഷ് എന്തുവാണ്, മേക്കപ്പ് ബാസ്ക്കറ്റോ അങ്ങനെ എങ്ങാണ്ടുള്ളൊരു ബ്രഷാണ്. എനിക്ക് ഈ ഒരു ബ്രഷ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്റെ ഫേസിന് പറ്റിയിട്ടുള്ള, അതായത് എന്റെ ഫേസിന് പറ്റിയിട്ടുള്ള ബ്ലഷ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷാണ്. ഇതുപോലുള്ള കുഞ്ഞു ബ്രഷ് ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന്റെ ഇടയിൽ ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതിന്റെ ഇടയിൽ ഞാൻ ഐബ്രോസും ഫില്ല് ചെയ്തായിരുന്നു. തുടക്കത്തിൽ ഐബ്രോസ് ഫില്ല് ചെയ്താണ്. അത് കാണിക്കാത്തതിന്റെ കാരണം ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നുണ്ട്, ഭയങ്കര ലോങ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കാണിക്കാത്തതാണ്. സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഞാൻ ഐബ്രോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇവിടെ ഐക്കണിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോ അതിനുശേഷം നമ്മളിപ്പം ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു വൈൻ കളർ ഷെയ്ഡാണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഇത് ഞാൻ ചേഞ്ച് ചെയ്യും. ഇതിന്റെ പുറത്തു കൂടെ ഞാൻ വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ബ്ലഷ് കണ്ടോ ഒട്ടും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു പർപ്പിൾ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മൈഗ്ലാമിന്റെ ബ്ലഷ് ആണ്. അപ്പൊ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒരു നല്ലൊരു ഫ്ലഷ്ഡ് ലുക്ക് ഒക്കെ കിട്ടി എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ചിന്നിലും എന്റെ ചീക്കിലും പിന്നെ എന്റെ നോസിലും ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഭയങ്കര ഓവർ ആവാതെ ജസ്റ്റ് ഒരു സട്ടിൽ ലുക്കിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ ലിപ്സ്റ്റിക് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞില്ല. അപ്പൊ ആ ലിപ്സ്റ്റിക് ഇട്ടതിന്റെ പുറത്തുകൂടെ തന്നെ നമ്മുടെ മാഴ്സിന്റെ ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ ലിപ്പ് കണ്ടറിയാം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ആ ഒരു ലിപ്സ്റ്റിക്കും കൂടെ വന്നപ്പോ. അപ്പോ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ നമ്മുടെ ഹെയർ സ്റ്റൈല് എന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും, ഷോർട്സിൽ ഇടുന്നതായിരിക്കും. അപ്പൊ അത് നോക്കുക. അപ്പോ ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ നമ്മളെ മുസ്ലിംസിന്റെ മെയിൻ ആണല്ലോ തട്ടം. അപ്പൊ തട്ടമൊക്കെ ഇട്ട് കാണിക്കുകയാണ്, പിന്നെ ചുറ്റി കെട്ടിയൊക്കെ കാണിക്കുകയാണ്. എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് കെട്ടാനൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് വെച്ചൊക്കെ കാണിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. ഒരു ബോൾഡ് ഗ്ലാം ലുക്കൊക്കെയാണ് ചെയ്തത്. അപ്പോൾ എപ്പോഴും നമ്മൾ സട്ടിൽ ലുക്കല്ല ചെയ്യുന്നത്, അപ്പോൾ അതൊന്നും മാറ്റി പിടിക്കാനായിട്ട് ഒരു ബോൾഡ് ലുക്കാണ് ചെയ്തത്. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ പറയാ, റിവ്യൂസ് പറയാ. പിന്നെ ഒത്തിരി പേര് പല വീഡിയോസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം ഫ്രൈഡേ സാറ്റർഡേ ഈ 2 ദിവസം കൊണ്ട് ഞാൻ എല്ലാം ഇടുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ പറയാ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.